പ്രിയമുള്ളവരെ, ശശിധരൻസ് വ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. എൻ്റെ യൂട്യൂബ് 1125 സബ്സ്ക്രൈബറായി, പക്ഷേ മോണിറ്റൈസ് ആയിട്ടില്ല. കൊറോണ എന്ന മാരക യൂട്യൂബിൽ മോണിറ്റൈസായി പൈസ കിട്ടാൻ ഇനി എത്ര പടികൾ കയറണമോ എന്നറിയില്ല. അതാണ് ഞാൻ ഈ പടികളെ വെച്ചിട്ട് ഇങ്ങനെ എത്ര പടികൾ കയറണമെന്നറിയില്ല. ആകെ ചെറിയ പടികളേ ഉള്ളൂ. പടികൾ കയറി വന്നു. ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്നത്, കൊറോണ മുതൽ ഇങ്ങോട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെ പരസ്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ എനിക്കറിയില്ല ഇതെന്താ ചെയ്യേണ്ടത്, മോണിറ്റൈസേഷൻ ആവാൻ എന്താ ചെയ്യേണ്ടത്. പക്ഷെ വാച്ചവറില്ല. വാച്ചവറില്ലാതിരിക്കാൻ കാരണം ഒന്നാമത് ഞാൻ ഔട്ട്ഡോർ പോയിട്ട് വീഡിയോ എടുക്കുന്നില്ല. എല്ലാം വീട്ടിലും വീടും പരിസരത്ത് ഇങ്ങനെയുള്ളൊരവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് എടുക്കാൻ വന്നത് നമ്മളെ മാവും പൂത്തു. എൻ്റെ മുല്ലയും പൂക്കെന്ന് പറഞ്ഞാൽ എൻ്റെ യൂട്യൂബ് മുല്ല എപ്പോഴാണ് പൂക്കുക എന്ന് പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലാണ്. എൻ്റെ മാവ് ഇപ്പോൾ പൂത്തിട്ടുണ്ട്. ഇതിലെത്ര ഫലങ്ങൾ കിട്ടുമെന്ന് കണ്ട് തന്നെ അറിയണം. എട്ടുവോളം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ. ഇത്രയേ ഉള്ളൂ. മാവും പൂത്തു. എൻ്റെ മുല്ല ഇതുവരെ പൂത്തിട്ടില്ല. യൂട്യൂബ് മുല്ല പൂത്തിട്ടില്ല. അപ്പോൾ എന്നെ കാണുന്നവർ പരസ്യം വരുന്ന കാണുമ്പോൾ ആൾ വിചാരിക്കുന്നുണ്ട് ഒരാൾ നല്ലോണം പൈസ അടിച്ച് മാറ്റുന്നുണ്ട്. പൈസ ഒന്നും കിട്ടാൻ തുടങ്ങിയിട്ടില്ല. വയസ്സ് 75. ഇനി എത്ര നാൾ മുന്നോട്ട് പോകും എന്നും അറിയില്ല. അപ്പോൾ എൻ്റെ മുല്ല പൂത്ത ഒരു വീഡിയോ എടുക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങോട്ട്, മുല്ലയല്ല മാവ് ടെറസിൻ്റെ മേലിൽ നിന്ന് എടുക്കുന്നതാണ്. എപ്പോഴാണ് എൻ്റെ യൂട്യൂബ് മുല്ല പൂക്കുക എന്ന് അറിയില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ശശിധരൻസ് വ്ലോഗിൻ്റെ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഇത്രയും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇത് കണ്ട എല്ലാവർക്കും ശശിധരൻസ് വ്ലോഗിൻ്റെ നന്ദി, നമസ്കാരം.